നമസ്കാരം. ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയിൽ SIR നടപടികൾ 95% പൂർത്തീകരിക്കാനായതായി ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച SIR കയാക്കിംഗ് മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 മാസത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് 2.5 ലക്ഷം പേർക്കെന്ന് കണക്ക്. തെരുവുനായയുടെ കടിയേറ്റ് 17ഓളം പേർ മരണപ്പെട്ടതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. എക്സൈസ് വകുപ്പിനെ അടക്കം ഉപയോഗിച്ച് ലഹരിക്കെതിരെ വലിയ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയും മറുവശത്ത് നിരോധിത പുകയില കടത്തിയ പാർട്ടി പുറത്താക്കിയ വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകിയതിലൂടെ വോട്ടർമാരെ പരിഹസിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചതെന്ന് DCC പ്രസിഡന്റ് വി ബാബു പ്രസാദ്. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് CPM-നെതിരെ ഇത്തരമൊരു ആരോപണവുമായി DCC പ്രസിഡന്റ് രംഗത്ത് വന്നത്. വാർത്തകൾ വിശദമായി. ജില്ലയിൽ SIR നടപടികൾ 95% പൂർത്തീകരിക്കാനായതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച SIR കയാക്കിംഗ് മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ജില്ലയിൽ SIR നടപടികൾ 95% പൂർത്തീകരിക്കാൻ സാധിച്ചതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അഭിപ്രായപ്പെട്ടു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച SIR കയാക്കിംഗ് ഫെസ്റ്റ് ചുങ്കംചട്ടിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. 100% SIR നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ നിയോജക മണ്ഡലങ്ങളിൽ കുട്ടനാട് 1ാം സ്ഥാനം കൈവരിച്ചതായും ജില്ലയിൽ നിയോഗിക്കപ്പെട്ട BLOമാർ, BROമാർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർമാർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ കൂട്ടായ പരിശ്രമമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം, ജില്ലാ സ്വീപ് സെൽ, ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്, ടൂറിസം വകുപ്പ്, സായി വാട്ടർ സ്പോർട്സ് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചുങ്കംചട്ടിയിൽ നിന്ന് പള്ളാത്തുരുത്തി വരെയാണ് കയാക്കിംഗ് ബോട്ടുകളുടെ പ്രദർശന തുഴയിൽ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S ബിജു, കനോയിങ് കയാക്കിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് റജി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി TP റോയ്, അമ്പലപ്പുഴ തഹസിൽദാർ S അൻവർ, ജില്ലാ SIR നോഡൽ ഓഫീസർ വിനോദ് P ലാൽ, സായി പരിശീലകൻ സിജി കുമാർ, സായി സ്പോർട്സ് സെന്റർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കായിക താരങ്ങൾ, ജില്ലയിലെ BLOമാർ, സ്കൂൾ വിദ്യാർത്ഥികൾ, വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം 95% പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് 9 LACകളിൽ ഏകദേശം 17,52,000-ഓളം എന്യൂമറേഷൻ ഫോംസാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ കാലോചിച്ച നവംബർ മാസം 14-ാം തീയതി പൂർത്തീകരിക്കുകയും അതിനുശേഷം ഇത് തിരിച്ച് റിട്ടേൺ ചെയ്ത് ഡിറ്റൈൽസ് ചെയ്തൊരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 95% വലിയൊരു വിജയമാണ് നമ്മൾ തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷ നിലയിലാണ് ഇന്ന് നമ്മളിവിടെ ഒരു കനോയിങ് കയാക്കിംഗ് ഫെസ്റ്റ് നമ്മൾ നടത്തിയത്. കുട്ടികളുടെ നമ്മുടെ സായി സ്പോർട്സ് സെൻറ്റർ ഓഫ് എക്സലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കനോയിങ് കയാക്കിൻ്റെ ഒരു ഇവൻറ്റ് ഇവിടെ വെച്ച് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനകത്ത് വളരെയേറെ പരിമിതികളുണ്ടായിട്ട് 1709-ഓളം BLOമാരെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ കൂട്ടായത്തല്ല. ഇപ്പോൾ EROമാർ 9 LACകൾക്കും EROമാർ, നമ്മുടെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാരന്മാർ, മറ്റ് BLOമാർ ഉൾപ്പെടെ വലിയൊരു ശ്രേണിയാണ് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തത്. തീർച്ചയായിട്ടും അഭിമാനകരം നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇന്ന് നമ്മുടെ കുട്ടനാട്, കേരളത്തിൽ തന്നെ 140 LACകളിൽ കുട്ടനാട് 1ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. 100% പരിപൂർണമായിട്ട് തീർത്ത ഒരേ ഒരു LAC ആയിട്ട് കുട്ടനാട് ഇന്ന് വന്നിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ 100% സമ്പൂർണ്ണമായിട്ട് ഡീറ്റൈൽസേഷൻ ഉൾപ്പെടെ എന്യൂമറേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ ഡീറ്റൈൽസേഷൻ ഉൾപ്പെടെ നടത്തിയത് കുട്ടനാടാണ്. അപ്പോൾ അവരോടുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം കൂട്ടായ പ്രവർത്തനത്തിലൂടെ വലിയ കാര്യങ്ങൾ, എത്ര ദുഷ്കരമായ പ്രവർത്തനങ്ങളായാലും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിക്കാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസമാണ് ഇതൊക്കെ നമ്മൾ ഊന്നിലുറപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരണത്തിൽ എല്ലാവരെയും ഞാൻ ഇതിനെ ശ്ലാഘിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 10 മാസത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് 2.5 ലക്ഷം പേർക്കെന്ന് കണക്ക്. ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് 10 മാസത്തിനിടെ തെരുവുനായ്ക്കളുടെ കടിയേറ്റത് 2,49,860 പേർക്കെന്ന് കണക്ക്. ഇത് 2025 ഒക്ടോബർ മാത്രം വരെയുള്ള കണക്കാണ്. പേവിഷബാധയേറ്റ് 17 പേർ ഇതിനോടകം മരിച്ചു. കടിയേറ്റവരിൽ പകുതി പേരും ചെറിയ കുട്ടികൾ അടക്കമുള്ള സ്കൂൾ വിദ്യാർത്ഥികളും. അതേസമയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കടിയേറ്റവരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായും സൂചനയുണ്ട്. 3.16 ലക്ഷം പേർക്കാണ് കടിയേറ്റിരുന്നത്.
തെരുവ് നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും ഇവ നിയന്ത്രിക്കാനുള്ള നടപടി നാളിതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതിനിടെ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലേക്ക് പോയതോടെയാണ് തുടർ നടപടി അനിശ്ചിതത്വത്തിലായതെന്നാണ് വിശദീകരണം. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 2019-20 സംസ്ഥാനത്ത് നടത്തിയ സെൻസസിൽ 7 ലക്ഷം തെരുവ് നായ്ക്കളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. 2025 അത് 9 ലക്ഷത്തിലേക്ക് എത്തിയെന്നും സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ നഗരത്തിൽ മാത്രം 12-ലധികം പേരെയാണ് തെരുവ് നായ കടിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. എക്സൈസ് വകുപ്പിനെ അടക്കം ഉപയോഗിച്ച് ലഹരിക്കെതിരെ വലിയ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയും മറുവശത്ത് നിരോധിത പുകയില കടത്തിയ പാർട്ടി പുറത്താക്കിയ വ്യക്തിയെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CPM അവസരം നൽകിയതിലൂടെ വോട്ടർമാരെ പരിഹസിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചതെന്ന് DCC പ്രസിഡന്റ് B. ബാബു പ്രസാദും AA ഷുക്കൂറും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എക്സൈസ് വകുപ്പിനെ അടക്കം ഉപയോഗിച്ച് ലഹരിക്കെതിരെ വലിയ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയും മറുവശത്ത് നിരോധിത പുകയില കടത്തിയ പാർട്ടി പുറത്താക്കിയ വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകിയതിലൂടെ വോട്ടർമാരെ പരിഹസിക്കുന്ന നടപടിയാണ് CPM സ്വീകരിച്ചതെന്ന് DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് കുറ്റപ്പെടുത്തി. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയനും അതുപോലെ മന്ത്രിസഭയിലെ മന്ത്രിമാരും എല്ലാം ഈ നാട്ടിൽ 2023 ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിയവരാണ്. അതിന് എക്സൈസ് വകുപ്പിനെയാണ് ഉപയോഗിച്ചത്. എക്സൈസ് വകുപ്പിന്റെ മുദ്രാവാക്യവും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അത്രയും വലിയ ക്യാമ്പയിൻ നടത്തി നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ധാർമ്മികത പറഞ്ഞ അതേ CPM ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ ഒരു പാർട്ടിയുടെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ആ പാർട്ടിയുടെ, ഞങ്ങൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ശരി, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നവരാണ്. ആ പാർട്ടിയുടെ ചിഹ്നം പുറത്താക്കപ്പെട്ട ഒരാളിന്, അതൊരു ലഹരി കടത്തുകാരന് കൊടുത്തത്. പാർട്ടി നടപടിക്ക് വിധേയനായി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റും പാർട്ടി ചിഹ്നവും നൽകിയത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്നും ബാബു പ്രസാദ് ചോദിച്ചു. തങ്ങൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ തങ്ങൾ ബഹുമാനിക്കുന്നവരാണെന്നും എന്നാൽ ആ പാർട്ടിയുടെ ചിഹ്നം നൽകിയതിലൂടെ ആലപ്പുഴ നഗരത്തിലെ സമ്മതിദായകരോട് ചെയ്ത ഏറ്റവും വലിയ അവഹേളനമാണെന്നും B. ബാബു പ്രസാദ് കുറ്റപ്പെടുത്തി. മുൻ MLA-യും KPCC ഉപാധ്യക്ഷനുമായ AA ഷുക്കൂറും ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രനും ജില്ലാ കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ എന്നിവർ പറഞ്ഞു. 2025 ഓഗസ്റ്റിലും ഒക്ടോബറിലും 2 പ്രാവശ്യം വോട്ടർ പട്ടികകൾ പുതുക്കുകയുണ്ടായി. തുടർന്ന് ഓഗസ്റ്റിൽ തയ്യാറാക്കിയ വോട്ടർ പട്ടിക സെപ്റ്റംബർ 29 കരടായിട്ട് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 5 പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ 9,54,110 സ്ത്രീകളും സ്ത്രീ വോട്ടർമാരും 8,35,428 പുരുഷ വോട്ടർമാരും 11 മറ്റുള്ളവരും ചേർത്ത് 17,89,549 വോട്ടർമാരാണ് മൊത്തമായിട്ടുള്ളത്. നമുക്ക് വോട്ടിങ്ങിന് നേരത്തെ ഈ 3 ത്രിതല പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ 3 ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റാണ് ഉണ്ടാകുന്നത്. ഒരു പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല ഉൾപ്പെടെ 3 ബാലറ്റ് യൂണിറ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അതിനെല്ലാം കൂടെ ഒറ്റ കോമൺ കൺട്രോൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മാധ്യമ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. സബ് കളക്ടർ സമീർ കിഷൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S. ബിജു, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരും വിശദീകരണ യോഗത്തിൽ സംബന്ധിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് റോയ് വർഗീസ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഇന്ത്യ ഏത് രാജ്യമായിട്ടാണ് 2025 പ്രധാനമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്? ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് റോയ് വർഗീസ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി.
കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്വിസ് മത്സരത്തിന്റെ മുന്നോടിയായിട്ടാണ് ജില്ലാതല മത്സരം സംഘടിപ്പിച്ചത്. താമരക്കുളം VHSSലെ എസ് അദീന, അഞ്ജന അനീഷ്, അൽഫിയ എന്നിവർ യഥാക്രമം 1ാം സ്ഥാനവും ഹരിപ്പാട് ഗവൺമെന്റ് ഗേൾസ് HSSലെ എസ് ലക്ഷ്മിപ്രിയ, ശ്രീലക്ഷ്മി എസ് പിള്ള, സെബ പ്രഭു എന്നിവർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് യഥാക്രമം 5000, 4000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് റയീനി M കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ഫാത്തിമ എന്നിവർ ക്വിസ് മാസ്റ്റർമാരായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ SIR നടപടികൾ 95% പൂർത്തീകരിക്കാനായതായി ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച SIR കയാക്കിംഗ് മത്സരത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 മാസത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് 2.5 ലക്ഷം പേർക്കെന്ന് കണക്ക്. തെരുവുനായയുടെ കടിയേറ്റ് 17ഓളം പേർ മരണപ്പെട്ടതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. എക്സൈസ് വകുപ്പിനെ അടക്കം ഉപയോഗിച്ച് ലഹരിക്കെതിരെ വലിയ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയും മറുവശത്ത് നിരോധിത പുകയില കടത്തിയ പാർട്ടി പുറത്താക്കിയ വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകിയതിലൂടെ വോട്ടർമാരെ പരിഹസിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചതെന്ന് DCC പ്രസിഡന്റ് വി ബാബു പ്രസാദ്. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് CPM-നെതിരെ ഇത്തരമൊരു ആരോപണവുമായി DCC പ്രസിഡന്റ് രംഗത്ത് വന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.